സമീപകാലത്തൊന്നും ഗൾഫിൽ നിന്നുമുള്ള പ്രവാസികൾ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയ്ക്ക് വലിയ യാത്രാ ദുരിതമാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അത് UAE-യിൽ നിന്നും, ഒമാനിൽ നിന്നും, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസികൾ വലിയ ദുരിതത്തിലാണ്. മുൻപ് ഒരു പക്ഷേ ഇതിന് സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇറാഖ് കുവൈറ്റ് യുദ്ധ കാലഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ പോലും അതല്ല ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം. മനസ്സിലാക്കാൻ കഴിയുന്നത് 100-ലധികം വിമാനങ്ങളാണ് എയർ ഇന്ത്യ സുരക്ഷാ പരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചു വിളിച്ചിട്ടുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഇന്ത്യ വിമാനങ്ങളുമുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്നും ഏറ്റവും അധികം കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. 75% അത് വരും. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രാ ദുരിതം ഇത്രയധികം വർദ്ധിക്കുന്നത്. കേരളത്തിലേക്ക് ഇപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം UAE-യിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള, പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള 40% സർവീസുകൾ, ഇന്ത്യയിലേക്കുള്ള ഏതാണ്ട് 85% സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ യാത്രാ ദുരിതം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഈ ദുരിതം വരും ദിവസങ്ങളിൽ കൂടി തുടരും. 3 ദിവസമെങ്കിലും വേണം ഒരു വിമാനത്തിന്റെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാൻ. ഇപ്പോൾ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സുരക്ഷാ പരിശോധന. അങ്ങനെ 3 ദിവസം എടുത്ത് ഈ വിമാനങ്ങളെല്ലാം പരിശോധന പൂർത്തിയാക്കി വരുമ്പോഴേക്കും ഒരുപക്ഷെ ഈ മാസം അവസാനമാകും. കൃത്യമായി സർവീസ് പഴയ രീതിയിൽ പുനരാരംഭിക്കണമെങ്കിൽ അടുത്ത മാസം 10 ആകുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. എയർ ഇന്ത്യ ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അതേ സമയത്ത് തന്നെ ഇറാൻ-ഇസ്രായേൽ യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രതിസന്ധി വീണ്ടും നീണ്ടുപോകാം. ഏതായാലും ഗൾഫ് മേഖലയിൽ ഇപ്പോൾ അടുത്ത മാസത്തോടുകൂടി സ്കൂളുകൾക്കൊക്കെ അവധി ആരംഭിക്കുകയാണ്. ഈ മാസം അവസാനം തന്നെ യാത്രയ്ക്ക് വേണ്ടി ആളുകൾ തയ്യാറെടുത്തിരുന്നു. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പ്രവാസികളെ കൊടിയ ദുരിതത്തിലാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം. അത് ഉടനൊന്നും പരിഹരിക്കാൻ പോകുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.